ഇന്ന് ഈ പരിപാടി ഈ ഒരു സർക്കസ് സംഘവും സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീ SK നായരും അദ്ദേഹത്തിന്റെ ടീമും ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി എൻ്റെ അഭിനന്ദനം ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. കാര്യം 125 സാഹിത്യകാരന്മാരെ ഒത്തിണക്കി ഒരു വേദിയിൽ കൊണ്ടുവരുന്ന നിസ്സാര കാര്യമില്ല. കവികളും മറ്റെഴുത്തുകാരും തങ്ങളുടെ കൃതികൾ വായനക്കാരിൽ എത്തിക്കണമെങ്കിൽ പ്രത്യേകിച്ച് മറുനാടൻ മലയാളികളിടയിൽ എതിരിടേണ്ട പല പല പ്രശ്നങ്ങളുമുണ്ട്. അതിനായി ഈ കൂട്ടായ്മ നല്ലൊരു പ്രസ്ഥാനമായി വളരണം എന്ന് ഞാൻ ആശംസിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ വാക്കുകൾ നിങ്ങളോടെല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരോട് പറയുകയുണ്ടായി, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ എഴുതണം, അക്ഷരങ്ങളിലൂടെ എഴുതണം, അത് എഴുത്തായി മാറ്റണം. കാര്യം അതിൽ ചിലതൊക്കെ വായിക്കാൻ അത്ര ചിലതൊക്കെ പോരായ്മകൾ കാണുമായിരിക്കാം. പക്ഷേ അതിൽ നല്ല നല്ല ആശയങ്ങളും നല്ല ഗ്രന്ഥങ്ങളും നല്ല കൃതികളും ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. അമേരിക്കൻ സാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിൽ പുറത്തോട്ട് പോകുന്നത്, അമേരിക്കൻ സാഹിത്യത്തിൽ ഒരു മഹാകവിയുണ്ട്, ശ്രീമതി എമിലി ഡിക്കിൻസൺ. അമേരിക്കൻ സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കൂട്ടിയിട്ടുള്ളത്, എമിലി ഡിക്കിൻസൺ. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അവരുടെ റൂമും അവരുടെ വീടും അവരുടെ ആക്ടിങ്ങും ഇതെല്ലാം ആളുകൾ പരിശോധിച്ചപ്പോഴത്തേക്ക് നൂറുകണക്കിന് കവിതകൾ കണ്ടു. അതിൽ പലതും അർത്ഥശൂന്യമായതാണ്, പലതും വായിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ചില രത്നങ്ങളും ഉണ്ടായിരുന്നു, ചില ജെംസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ എഴുത്തിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം എന്നാണ്. ഇവിടെ മറുനാടൻ മലയാളികളായിട്ടുള്ള പലർക്കും തങ്ങളുടെ കുട്ടികളെ മലയാളം എഴുതാനും വായിക്കാനും ഉള്ള അവസരം കിട്ടാതെ പോകുന്നു. ഉദാഹരണമായിട്ട് എൻ്റെ കുട്ടികൾക്ക് മലയാളം പറയാൻ, വീട്ടിൽ മലയാളം സംസാരിക്കും, പക്ഷെ എഴുതാനും വായിക്കാനും ചില സാങ്കേതിക തടസ്സമുണ്ട്. കാര്യം വെച്ചാൽ അവർ പല പല സ്കൂളുകളിലാണ് പഠിച്ചത്. ആ സ്കൂളുകളിൽ മലയാള ഭാഷ പഠിക്കാനും എഴുതാനും വായിക്കാനുമുള്ള അവസരമില്ല. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ നേരിടേണ്ടി വരും. ഇതിന് പരിഹാര മാർഗങ്ങൾ നമുക്ക് കണ്ടിരിക്കുന്നു. അതുപോലെ മലയാളത്തിലെ നല്ല നല്ല കൃതികൾ മറ്റു ഭാഷകളിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ കർണാടകത്തിൽ താമസിക്കുമ്പോൾ കന്നഡ ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യാനും നമ്മുടെ മലയാളി സംസ്കാരവും മലയാളികളുടെ ആശയങ്ങളും നമ്മുടേതായ ചരിത്രവും നമ്മുടേതായ സാഹിത്യവും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മറ്റ് ഭാഷകളിലുള്ള ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഘടകം നമുക്കെല്ലാം. അതുകൊണ്ട് നല്ല വിവർത്തനങ്ങൾ മലയാള ഭാഷയിലുള്ള മലയാള സാഹിത്യത്തിലുള്ള നല്ല കവിതകളുടെയും നല്ല ഗ്രന്ഥങ്ങളുടെയും നല്ല വിവർത്തനങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ തിരിച്ചു വാങ്ങണം, മറ്റു ഭാഷകളിലുള്ളത് മലയാളത്തിലോട്ടും വേണം. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു സർഗസംഗമം ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീ SK നായർക്കും ഡോക്ടർ സുഷമ ശങ്കറിനും അവരുടെ ടീമിനും ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, അതുപോലെ ഇതൊരു പ്രസ്ഥാനമായി വളരട്ടെ
എന്ന് ഞാൻ ഇനി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ 2 വാക്ക് ഉപസംഹരിക്കുന്നു.